എൻ്റെ നാട് പത്തനംതിട്ടയാണ്. ഞാൻ പഠിച്ചതും വളർന്നതും അവിടെ തന്നെയാണ്. ആൻഡ് ഞാൻ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു, എൻ്റെ ബ്രദർ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നെ ഞാൻ 4th പഠിക്കുമ്പോൾ എന്നെ ഒരു ഓഡീഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ. ബട്ട് അതൊരു ഓഡീഷൻ എനിക്ക് അറിയില്ല എപ്പോഴും പറയാൻ പറ്റുമോ. ഞാൻ പോയി ചെയ്തു. അവർ വന്നിട്ട് എന്നെ ഒരു ആഡിന് എന്തോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ടൈമിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഫിലിമിലേക്ക്. എനിക്കുണ്ടായിരുന്നില്ല, എൻ്റെ ഫാമിലിക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അന്നത് വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയില്ലല്ലോ എന്താണ് നടക്കുന്നത്, കുഞ്ഞല്ലേ. 4ാം ക്ലാസ്സിൽ തീരുമാനമെടുത്തു. ആൻഡ് പിന്നെ അങ്ങോട്ട് എനിക്ക് ഒരു ആർമി ലെവലിലേക്ക് പോകാൻ ആയിരുന്നു ഇൻട്രസ്റ്റ്. എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്, എൻ്റെ വല്യച്ഛൻ വല്യമ്മച്ചി, അവരൊക്കെ ആർമി ഓഫീസേഴ്സാണ്. അപ്പോൾ അവരുടെ കഥകളൊക്കെ കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു ആർമി ഓഫീസർ ആവണം, അതിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. പിന്നെ ഒരു 5-6 വർഷം ഞാനൊരു NCC കേഡറ്റ് ആയിരുന്നു. നാഷണൽ ലെവൽ ഒക്കെ പോയിട്ടൊക്കെ ഉണ്ട്, ക്യാമ്പ്സിനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനിൽ പോകുന്ന ടൈമിൽ നമ്മളുടെ മൈൻഡിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ 9th പഠിക്കുമ്പോൾ എനിക്ക് ഒരു ഇതുപോലെ സ്കൂളിൽ നിന്ന് ക്ലാസ് കിട്ടിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു യുവജനോത്സവത്തിന് വേണ്ടിയിട്ട് ഒരു യൂത്ത് ഫെസ്റ്റിവലായിട്ട് ഒരു ഡ്രാമയ്ക്ക് പോയി. ആൻഡ് അത് ഡിസ്ട്രിക്റ്റ് പോയി, സ്റ്റേറ്റ് പോയി. അപ്പം ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കിട്ടി. ആൻഡ് സ്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമ്മുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ എന്നുള്ള രീതിയിൽ പോകട്ടെ എന്ന് തന്നെയായിരുന്നു. ബട്ട് അഗെയിൻ കോളേജിൽ വന്നപ്പോൾ ഞാൻ ഗ്രാജുവേഷൻ ചെയ്യുന്ന ടൈമിലും കോളേജിന് വേണ്ടിയിട്ട് ഒരു ഡ്രാമ ചെയ്തു. സോ അതിലും ഈ പറയുന്ന പോലെ ഒരു അപ്രിസിയേഷൻ കിട്ടി. അപ്രിസിയേഷനപ്പുറം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട്. ലൈക്ക് സന്തോഷത്തിനൊപ്പം എന്താ പറയുക, ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ദിസ് ഈസ് മൈ ക്രാഫ്റ്റ് എന്നുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ട് ആക്ടിങ് ചെയ്യുമ്പോൾ വേറെ എന്ത് ചെയ്യുമ്പോഴും കിട്ടാത്ത ഒരു എന്താ പറയുന്ന ഒരു കംഫർട്ട് ഇതിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് എന്നാൽ പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കാസ്റ്റിംഗ് കോൾസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഓഡീഷൻ ഞാൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ ഓഡീഷനാണ് മൂവിയുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ. അത് കഴിഞ്ഞൊരു 2-3 സ്റ്റേജസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു 2023 ഓഗസ്റ്റിലാണ് അതിൻ്റെ കാസ്റ്റിംഗ് കോൾ വരുന്നത്. ആൻഡ് ഒരു ഒക്ടോബർ തൊട്ട് ഞാൻ ഈ ക്രൂവിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർ വിളിക്കും, ഇടയ്ക്ക് വിളിക്കും, ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ കൂടെ കോമ്പിനേഷൻ ചെയ്യാൻ വിളിക്കും. സോ ആക്ച്വലി ഞങ്ങളുടെ സ്റ്റോറി ലൈൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ആദ്യം. അപ്പോൾ അങ്ങനെ കുറച്ച് അവർ പിന്നെയും കുറേ ഓഡീഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഞാൻ MA ജേർണലിസം ആയിരുന്നു. ഞാൻ എറണാകുളം അമൃതയിൽ MA ജേർണലിസം ആണ് പഠിച്ചത്. അപ്പം ക്ലാസ് കഴിഞ്ഞു, ജസ്റ്റ് ഷൂട്ട് ഇറങ്ങി.